വർഗീയതയെ തലോടുന്ന ഒരു സമീപനം മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM കൈവെടിഞ്ഞു. ഇന്ത്യ ഒട്ടാകെ BJP സംസാരിക്കുന്ന ഭാഷയിൽ CPM സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് എല്ലാ തലങ്ങളിൽ നിന്നും വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുക. ഒരു പ്രസ്താവനയല്ല, അത് അടിക്കടി ഈ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു സ്ലിപ്പ് ഓഫ് ടങ്ക് ആയി കണക്കാക്കാൻ കഴിയില്ല, അവരെ മനസ്സിലുള്ളതാണ്. ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് കൺസോൾട്ടേറ്റ് ചെയ്ത് വോട്ട് തട്ടണം എന്ന ഒരു സമീപനം CPMന് കുറച്ചു കാലമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നോ അത് കേരളത്തിൽ സംഭവിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട് കാലാകാലങ്ങളിൽ അവർ എടുത്തിട്ടുള്ള സമീപനം അത്ര അനുകൂലമായതൊന്നും ആയിരുന്നില്ല. ഒരു പ്രത്യേക ന്യൂനപക്ഷമല്ല, വിവിധ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട് അവരെ മാറ്റി നിർത്തിയുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ. അതിൻ്റെ പ്രയാസങ്ങളൊക്കെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അക്രമ രാഷ്ട്രീയമായിട്ടും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കാലാകാലങ്ങളിൽ. വടക്കേ മലബാറിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ CPMൻ്റെ യഥാർത്ഥ നയം ഇപ്പോഴും പഴയത് തന്നെയാണ്. അതിൻ്റെ പുറമെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന ഒരു സമീപനം കൂടി വന്നിരിക്കുന്നു എന്നാണ് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ നേതാക്കളുടെ ഇത്തരം പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അല്പമൊക്കെ മാറ്റി പറയുന്നുണ്ടെങ്കിലും, വിവിധ ഓഫറുകൾ പറയുന്നുണ്ടെങ്കിലും, പല വാഗ്ദാനങ്ങളും വാരിക്കോരി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും, ഭരണം വന്നാൽ ഇവിടുത്തെ വിവിധ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അവഗണനയും അതുപോലെ തന്നെ പഴയ സമീപനവും തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ്. അവർ ഈ മനസ്സിലുള്ളതാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ഡിവൈഡ് ചെയ്യാനുള്ള പുതിയ പോളിസിയും ഇതിൻ്റെ ഭാഗമാണ്. UDFൻ്റെ പിന്നിൽ ഉറച്ചു നിന്നിരുന്ന വിവിധ പ്രബല ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ പലതും പറഞ്ഞ് ഭിന്നിപ്പിച്ച് ഡിവൈഡ് ആൻഡ് റൂള് പോളിസി എടുത്തതിൻ്റെ പിന്നിലുള്ള സമീപനവും ഇതുതന്നെയാണ്. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ BJP ഓൾ ഇന്ത്യ തലത്തിൽ ഏത് തരത്തിൽ താലോലിക്കുന്നോ അതേ തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ CPMും തുടങ്ങിയിരിക്കുന്നു. LDFന് നേതൃത്വം കൊടുക്കുന്ന കക്ഷി ഭൂരിപക്ഷ വർഗീയത സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. BJP ഇത് ഏറ്റു ചൊല്ലുന്നുണ്ട്. കോൺഗ്രസ് മുക്ത കേരളം, കോൺഗ്രസ് മുക്ത കേരളം എന്നവരും പറയുന്നുണ്ടല്ലോ. അത് ഓൾ ഇന്ത്യ തലത്തിൽ BJP മുദ്രാവാക്യം. അത് കേരളത്തിൽ കോൺഗ്രസ് മുക്ത കേരളം എന്നവരും ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് CPMും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം
നമുക്ക് പപ്പാതിയാക്കി കളയാം എന്ന സമീപനമാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് മതേതര കക്ഷികൾ, മതേതര വിശ്വാസികൾ കരുതിയിരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തകർച്ച, UPIയുടെ തകർച്ച, UDFൻ്റെ തകർച്ച, BJPയുടെ ശക്തിയാണ്, വർഗീയ ധ്രുവീകരണത്തിൻ്റെ അസൽ രൂപമാണത്. അതിനു വേണ്ടിയാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ CPM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് മതേതര കക്ഷികൾ കേരളത്തിൽ UDFൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. ഓൾ ഇന്ത്യ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPIയിൽ അണിനിരക്കണം. പഞ്ചാബിൽ ഇന്നലത്തുണ്ടായ തെരഞ്ഞെടുപ്പ് വളരെ പ്രോത്സാഹനജനകമാണ്. ജാതിമത വ്യത്യാസത്തിനപ്പുറം കാർഷിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി പഞ്ചാബിൽ ജനങ്ങൾ ഒന്നിച്ച് കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നു. അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൂത്തുവാരി. അതേപോലെ കേരളത്തിലും ആ തരത്തിലുള്ള ഒരു കൂട്ടായ്മ, മതേതര വിശ്വാസികൾ ഒന്നിച്ച് ശബരിമല പ്രശ്നത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച അതേ നിലപാട് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എങ്കിൽ കേരളത്തിലും മതേതരത്വം തകരുമെന്നാണ് അടിക്കടി ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എത്ര നിഷേധിച്ചിട്ടും എത്ര വേണ്ടെന്ന് വെച്ചിട്ടും മനസ്സിലുള്ളത് അവർക്ക് പിന്നെയും പുറത്തു വരികയാണ്. അതാണ് പറയുന്നു തിരുത്തുന്നു, പറയുന്നു തിരുത്തുന്നു. ഇത് കാണിക്കുന്നത് മനസ്സിൽ കരുതി വച്ചിരിക്കുന്നത് വന്നു പോവുക. യാതൊരു സംശയവുമില്ല, മതേതര വിശ്വാസികൾ കരുതിയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂനപക്ഷ വർഗീയതയാണ് കൂടുതൽ അപകടകരമാണ്. നമ്മൾ കരുതിയിരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയത അതോട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഇത് രണ്ടും ഒരേപോലെ എന്ന രീതിയിലാക്കുകയാണോ ചെയ്യുന്നത്? എന്തിനാ അങ്ങനെ പറയുന്നു? എല്ലാ വർഗീയതയും മോശമാണ്. എല്ലാ വർഗീയതയും മോശമാണ്. വർഗീയതയുടെ കാര്യത്തിൽ ഈ തരംതിരിവ് എന്തിനാണ്? ഏത് തര വർഗീയതയും മോശമാണ്. ഏത് തരം വർഗീയതയും അപലപിക്കേണ്ടതാണ്. കാലാകാലങ്ങളിൽ ന്യൂനപക്ഷ വികാരം മുതലെടുത്ത് വർഗീയ സമീപനം എടുക്കുന്ന ആളുകളോട് CPM എടുത്ത നയം ശരിയല്ല എന്ന് ഞങ്ങളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വോട്ടിന് വേണ്ടി അത്തരം സമീപനങ്ങൾ എടുത്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് തരം വർഗീയതയും തെറ്റാണ്. ആ തരംതിരിവാണ് മോശം. എന്തിനാ തരംതിരിക്കുന്നത്? വലിയത് തരം വർഗീയത മോശം. ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ഇവിടെ BJP ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഗൗരവമുള്ള പ്രശ്നം BJP ഉണ്ടാക്കുന്ന വർഗീയതയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ്. അത് വേറൊരു കാര്യം. വർഗീയതയാണ്. ആരുടെ വർഗീയതയാണ്? ഇതൊക്കെ പറയുകയാണെങ്കിലും ഇപ്പോഴും കാണാവുന്നത്, അതായത് വലിയ സമൂഹം, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, IAS, IPS ഇന്ന് ഈ മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടെ BJPയിലേക്ക് വരുന്നു. കോൺഗ്രസിലേക്ക് CPMിലേക്കാണെങ്കിൽ അത്രമേൽ അഭിബദ്ധരായിട്ടുള്ള ആളുകൾ വരുന്നില്ല എന്നതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ വലിയ സമൂഹം BJPയിലേക്ക് വരുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരോപണം ഉണ്ടെങ്കിൽ പോലും അല്ല, ഒറ്റപ്പെട്ട് ആരെങ്കിലും BJPക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾ പോകുന്നില്ലല്ലോ. പല പരീക്ഷണങ്ങളും കേരളത്തിൽ BJP പല ആളുകളെയും കൂട്ടി നോക്കുന്നുണ്ട്. മാറി മാറി IASകാരെ കൂട്ടി നോക്കുന്നുണ്ട്, IPSകാരെ കൂട്ടി നോക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ നിർമ്മാണ രംഗത്ത് എക്സ്പെർട്ടായ ഒരാളെ കൂട്ടിയിരിക്കുന്നു. അതെ, അതൊക്കെ ആ രംഗത്ത് കൊള്ളാം. IASകാരെ കൂട്ടുന്ന രംഗത്ത് IASകാരനെ കൂട്ടിയാൽ നന്നാവും. നിർമ്മാണ രംഗത്ത് ആ രംഗത്ത് പക്ഷേ ജനങ്ങൾ ഒപ്പം പോകുന്നു, ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. കേരളത്തിൽ അതുണ്ടാകുന്നില്ലല്ലോ. BJPയെ സംബന്ധിച്ചിടത്തോളം ആരെ കൂട്ടിയിട്ടും കേരളത്തിൽ ഒന്നും ഫലിക്കുന്നില്ല, ഒരു മരുന്നും ഫലിക്കുന്നില്ല. അത്ര സ്ട്രോങ് ആയിട്ടുള്ള മതേതരത്വ അടിത്തറയുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്നാണ്
അതിനർത്ഥം. ഇത്തരം ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും താഴെത്തട്ടിലെ ആളുകളുടെ ഒരു പ്രതിഫലനം അവരുടെ ഒരു സാമ്പിൾ ആണെന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് നമുക്ക് അറിയാമല്ലോ. ഇതിൽ ഇതുപോലുള്ള പല ആളുകളും ചേർന്നിട്ടും കേരളത്തിൽ BJP രക്ഷപ്പെട്ടിട്ടില്ല. ആര് കൂടിയാലും രക്ഷപ്പെടും എന്ന് തോന്നുന്നുമില്ല. കാരണം ഇത് നല്ല മതേതരത്വം അടിത്തറയുള്ള ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് ആര് കൂടിയിട്ടും കാര്യമില്ല, അതിൽ പുതുമയൊന്നുമില്ല. ഒരു യാദൃശ്ചികമായിട്ട് ഇതിങ്ങനെ പ്രമുഖ വ്യക്തികളെ ആ പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് UDF വിശ്വസിക്കുന്നുണ്ടോ? ഇത് പിന്നെ വളരെ ആസൂത്രിതമായ നീക്കല്ലേ? അത്ര നിസ്സാരമായിട്ട് ഇതിനെ പാർട്ടിക്ക് കാണാൻ പറ്റും? അല്ല, ഇപ്പോൾ ഒരു മരുന്നും കേരളത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ വിശ്വാസം BJPയിലേക്ക് അത്ര കിട്ടുന്നില്ല. അപ്പോൾ അവർ എല്ലാ മരുന്നും പ്രയോഗിച്ച് നോക്കുന്നതായിരിക്കാം. അറിഞ്ഞൂടാ, ഇതിൻ്റെ പിന്നിലുള്ള എന്താണെന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഒരു ചലനം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും പറഞ്ഞു നോക്കുന്നത് താമര കുളത്തിലെ വിരിയുന്നത്. പക്ഷെ താമര നിയമസഭയിൽ വിരിഞ്ഞു. മഞ്ചേശ്വരത്ത് 89 വോട്ടിനാണ് കേസ് തോറ്റത്. ഒരുപാട് മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനങ്ങളായിരുന്നു. നമ്മളെ ഒരു അവഗണിക്കപ്പെട്ട ശക്തിയാണോ ഇപ്പോഴും BJP എന്ന് പറയുന്നത്? മഞ്ചേശ്വരത്ത് ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ 9000 വോട്ടിനാണ് തോറ്റത്. ഇതൊരു പഴയ കഥയല്ലേ? 100 വോട്ട് എന്നുള്ളത് ഒരു പഴയ കഥയാണ്. ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ 9000 വോട്ടിനാണ് തോറ്റത്. ഉള്ള പിന്തുണയും പോവുക ചെയ്തത്. ഈ ശ്രീധരനൊക്കെ കേരളത്തിലുണ്ടായിരുന്നപ്പോൾ അടുത്ത് മുന്നണിയാണെങ്കിൽ വലതു മുന്നണി ആകുമ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് ഈ ശ്രീധരൻ. ഈ ശ്രീധരൻ ഇപ്പോൾ BJP അംഗത്വത്തിലേക്ക് പോകുന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ ഈ ശ്രീധരനൊക്കെ ഒരുപാട് കൊണ്ടുതന്നത് ഒരു സർക്കാരല്ലായിരുന്നില്ലേ? ഞാനതിന് അത്ര വലിയ പ്രാധാന്യം കൽപ്പിക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്ര വലിയ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നിയത്. യാത്ര തെക്കൻ ജില്ലകളിലേക്ക് എത്തുമ്പം ഇപ്പം എന്താ UDFന്റെ ആത്മവിശ്വാസത്തിൻ്റെ തോത് എങ്ങനെയാണ്? UDFന്റെ യാത്രയല്ലേ വാർത്തയിലുള്ളൂ. ഇടതുപക്ഷം ഒരുപാട് യാത്രകൾ നടത്തുന്നുണ്ട്. വിവാദം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഒന്ന് വാർത്തയിൽ വന്നത്. വിവാദം ഉണ്ടായപ്പോഴാണ് വാർത്തയിൽ വന്നത്. കേരളത്തിൽ ചലനം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന ജാഥയാണ്. ഇടതുപക്ഷത്തിൻ്റെ പല ജാഥകളും ഒരു ചലനം ഉണ്ടാക്കുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ജാഥ തുടങ്ങിയതിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പിന്നെ ജാഥ ഏതിരെ വന്നു എന്നുള്ളത് അത്ര വലിയ ഒരു ചലനം വാർത്ത ഉണ്ടാക്കിയതായി കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഉയരുന്നത് ഭരണമാറ്റത്തിൻ്റെ ഒരു കാറ്റാണ്. അത് ആയിത്തുടങ്ങി, യാതൊരു സംശയമില്ല. ആ LDFിൽ നിന്ന് പല പാർട്ടികളും പിളർന്നു വരുന്നു. പാർട്ടികളിലുള്ള ഘടകങ്ങളൊക്കെ പിരിഞ്ഞ് UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഭരണവിരുദ്ധ വികാരങ്ങൾ പല തലത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ രാജ്യത്തെ ചെറുപ്പക്കാർ നടത്തുന്ന സമരം, ജോലിക്ക് വേണ്ടി ചെറുപ്പക്കാർ നടത്തുന്ന സമരം. അതിനെ ഉപമിക്കേണ്ടത് കർഷകർ ഉത്തരേന്ത്യയിൽ നടത്തുന്ന സമരത്തോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റാണ്. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി ഇല്ലാത്തതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നം സർക്കാരിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഉത്തരേന്ത്യയിൽ ഇന്ത്യ ഒട്ടാകെ കർഷകർ ഉയർത്തുന്ന പ്രശ്നത്തോട് തുലനം ചെയ്യേണ്ട ഒന്നാണ്. കേരളത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റാണ്. ആ അൺഎംപ്ലോയ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. ചെറുപ്പക്കാരുടെ അസംതൃപ്തി, അവരുടെ രോഷം, അത് ഈ ഗവൺമെൻറ്റിന് നേരിടേണ്ടി വരും. ഒരു സംശയം ആ കാര്യത്തിലില്ല. UDF ഗവൺമെൻറ് അതിൻ്റെ 5 വർഷക്കാലം കുറച്ചൊക്കെ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്തിരുന്നു. കാരണം IT-യിൽ ഒരുപാട് ജോലി ഉണ്ടായി. അതുപോലെ തന്നെ സർക്കാരിൽ ഇതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ കൊടുത്തു, വിവിധ മേഖലകളിൽ കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ജോലി ഉണ്ടായ അവസരങ്ങൾ പോലും ഈ 5 വർഷം ഉണ്ടായിട്ടില്ല. ഉള്ള അവസരങ്ങൾ സ്വന്തക്കാരെ നിയമിക്കുകയും ചെയ്തു. ഇതാണ് കേരളത്തിലുണ്ടായത്. ഈ ഒരു രോഷം അതിശക്തമായ രീതിയിൽ
വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിപക്ഷ നേതാക്കളുടെയൊക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ മുഖ്യമന്ത്രി കണക്ക് നിരത്തിയിട്ടാണ് കഴിഞ്ഞ 2 വാർത്താ സമ്മേളനങ്ങളിലും പറഞ്ഞത്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കുകളൊക്കെ അഥവാ യു ഡി സർക്കാരുള്ളതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ നൽകി എന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കുകൾ എന്താണ് യു ഡി എഫ് കണക്കുകൾ? ഇല്ല, ആ കണക്കുകൾ ശരിയല്ല. കാരണം ആ കണക്കുകൾ നമുക്കറിയാലോ, യു ഡി എഫിൻ്റെ കാലത്ത് ഞങ്ങൾ കൊടുത്ത പിന്നെ റാങ്ക് ലിസ്റ്റുകൾ ഓരോ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും പിന്നെ അവർ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി, ക്യാബിനറ്റ് കാലാവധി നീട്ടി കൊടുക്കുന്ന പതിവ് അന്നുണ്ടായിരുന്നു. അത് തന്നെ വ്യക്തമല്ലേ? റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുമ്പോൾ ഒരുപാട് അതിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവസരം കിട്ടുമായിരുന്നു. ഈ ഗവൺമെൻറ് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിക്കൊടുക്കില്ല എന്നുള്ള സമീപനം എടുത്തല്ലോ. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിലുള്ളവരോട് അവഗണന കാണിച്ചു എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ UDF ഗവൺമെൻറ് ആയിരുന്നു മെച്ചം എന്നുള്ളത് നിങ്ങളൊക്കെ പത്രങ്ങൾ, വാർത്താമാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച കണക്കിൽ തന്നെ ഉണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ കണക്കിനെ മാത്രം ആശ്രയിക്കുന്നത് എന്തിനാ? നിഷ്പക്ഷമായി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ വാർത്താമാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടിലുണ്ടല്ലോ അതിൻ്റെ കണക്കുകൾ. UDFൻ്റെ കാലത്ത് ഇതിനേക്കാൾ മനുഷ്യത്വപരമായ സമീപനം റാങ്ക് ഹോൾഡേഴ്സിനോട് എടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇത്ര രൂക്ഷമായ പ്രക്ഷോഭങ്ങൾ അന്നില്ലാതിരുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ കർഷകർ നടത്തുന്ന അതേ തീവ്രതയോടുകൂടിയാണ് കേരളത്തിൽ ഉദ്യോഗാർത്ഥികൾ പ്രക്ഷോഭം നടത്തുന്നത്. അത്തരമൊരു പ്രക്ഷോഭത്തെ UDF ഗവൺമെൻറ്റിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ഈ രോഷം അന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല, ഞാൻ ഒറ്റ ഫീൽഡ് ഞാൻ ഉദാഹരണമായിട്ട് കാണിച്ചു. ഞാൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് IT-യിൽ. ഞങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ ഇത്ര ജോലി അവസരം ഞങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത്. അങ്ങനെ ഒന്ന് ചെയ്യാൻ ഈ ഗവൺമെൻറ്റിന് പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, അക്ഷയ പദ്ധതിയിൽ മാത്രം ഞങ്ങൾ എത്ര പേർക്ക് ജോലി കൊടുത്തു? സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിക്കോട്ടെ, അക്ഷയ പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ലോകോത്തര പരീക്ഷണമായിരുന്നു. അതിൽ മാത്രം ഞങ്ങൾ എത്ര പേർക്ക് ജോലി കൊടുത്തു? ടെക്നോ പാർക്കിൽ ഞങ്ങൾ എത്ര പേർക്ക് ജോലി കൊടുത്തു? ഇൻഫോ പാർക്കിൽ ഞങ്ങൾ എത്ര പേർക്ക് ജോലി കൊടുത്തു? അതുപോലെ ഇവിടുന്ന് ക്വാളിഫൈഡ് ആളുകൾ ഞങ്ങളന്ന് കണക്ക് പ്രസിദ്ധീകരിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി കിട്ടിയവർ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ പോലും ആളുകൾ എടുക്കുന്നില്ല, സീറ്റുകൾ ഒഴിഞ്ഞെടുക്കുക. എന്താ ഇങ്ങനെ ആയത്? ഈ 5 കൊല്ലം സ്റ്റാഗ്നേഷനാണ്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഒട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ നമ്മൾ പത്രപരസ്യം കൊടുത്താൽ പോരാ, നേട്ടങ്ങൾ കണക്ക് നിരത്തി അവകാശപ്പെടാൻ കഴിയണം. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ഇപ്പോഴത്തെ LDF ഗവൺമെൻറ്റിന് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് ഈ പറഞ്ഞ ഭാഷ മതിയല്ലോ. എനിക്ക് എൻ്റെ ഭാഷ മതി. ഞാൻ വസ്തുതാപരമായി പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല, ഇതിന് യാഥാർത്ഥ്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് അടുത്ത ഗവൺമെന്റ് വന്നാലും ഈ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുമെന്നാണ്. അതായത് 2 വിഷയമുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി നിലപാടൊന്നും പുറകോട്ട് പോയിട്ടില്ല. 2, അടുത്ത LDF സർക്കാർ വരുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇല്ല, അതിപ്പോൾ അവർ പറഞ്ഞ പിന്നെ അടുത്ത ഗവൺമെൻറ് അവരുടെ തന്നെ ആയിക്കൊള്ളുന്നില്ലല്ലോ. ജനങ്ങൾ പറയുമ്പോഴല്ലേ അടുത്ത ഗവൺമെൻറ് ഉണ്ടാവുള്ളൂ. ഈ പ്രാവശ്യം ജനങ്ങൾ പറയാൻ പോകുന്നത് അടുത്ത ഗവൺമെൻറ് UDFൻ്റേത് എന്നാണ്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഒരുപാട് കാലം ഇപ്പോൾ ലീഗും UDFിൻ്റെ സീറ്റ് വിടാൻ ചർച്ചകളൊക്കെ നടക്കുന്നു. ചെന്നിത്തലയുടെ യാത്ര അവസാനിക്കുമ്പോഴല്ലേ തീരുമാനമാവുള്ളൂ? എന്ത് സീറ്റോ? ആരതും ആയില്ലല്ലോ. ഒരു പാർട്ടിയും സീറ്റും സ്ഥാനാർത്ഥികളെയും ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല. എല്ലാവരും ഒരേ സമയത്ത് തന്നെ ആയിരിക്കൂലേ. UDFിൻ്റെയും സമയത്തിനാവും എന്നാണ് തോന്നുന്നത്. 24-ാം തീയതി തിരുവനന്തപുരത്ത് ചർച്ചയുണ്ട്. ഓക്കെ, ഇന്നത്തെ സബ്ജക്റ്റൊക്കെ ആയിരിക്കണം.